പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ സംഘർഷം. UDF, LDF കൗൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നഗരസഭാ സ്റ്റേഡിയത്തെ ചൊല്ലിയാണ് തർക്കം. ഹാളിൽ വോളിബോൾ കളിച്ചും UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ നഗരസഭാ കൗൺസിൽ യോഗം ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറിയത് എങ്ങനെയാണ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ, ഇന്നലെയാണ് നഗരസഭാ സ്റ്റേഡിയം, അത് നഗരസഭാ സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്, ജില്ലാ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിന് സംരക്ഷണ ചുമതല നഗരസഭയ്ക്കായിരുന്നു. എന്തായാലും ആ സ്റ്റേഡിയം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു ഇൻഡോർ സ്റ്റേഡിയം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കോർട്ട് അടക്കം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്ന ഇന്നലെയാണ്. നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല ഈ വിഷയത്തിൽ. നഗരസഭയിൽ നിന്ന് ഈ സ്റ്റേഡിയം എടുത്തു മാറ്റാനുള്ള നീക്കമാണ് എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം. ഇന്നലെ മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ വി അബ്ദുറഹ്മാനും ഒക്കെ വന്നായിരുന്നു ഈ ഉദ്ഘാടനം നടന്നത്. എന്തായാലും അതിന്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിലർമാർ ഇക്കാര്യം ഉന്നയിച്ചത്. LDF കൗൺസിലർമാരെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ UDF കൗൺസിലർമാർ തടഞ്ഞു വെക്കുകയായിരുന്നു. ചെയർമാന് നേരെ അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നുകൂടി LDF കൗൺസിലർമാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെയാണ് നല്ല സ്റ്റേഡിയം വേണമെന്ന് ആവശ്യപ്പെട്ട് വോളിബോൾ കളിക്കുന്ന ഒരു സാഹചര്യം, UDF കൗൺസിലർമാർ വോളിബോൾ കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൗൺസിൽ ഹാളിനകത്ത്. ആ കൗൺസിൽ ഹാളിനകത്ത് വോളിബോൾ കളിക്കാനുള്ള UDF കൗൺസിലർമാരുടെ ശ്രമം LDF കൗൺസിലർ സാബു തടഞ്ഞു. ബോൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. CPM കൗൺസിലറായ അനില ടീച്ചർ ആ ബോൾ എടുത്ത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരനാണ്.